Ana ama. Sorry. നാട്ടിൽ ആരെയും ഇപ്പോൾ വിശ്വസിക്കാൻ കൊള്ളില്ല. വെറും ഡമ്മി ബോംബ് ചോദിച്ച ഡോക്ടർക്ക് ആരോ തിരിമറി നടത്തി ഒറിജിനൽ ബോംബ് കൊടുത്താ പറ്റിച്ചത്. അല്ല, ഡോക്ടർക്ക് വീട് പോയത് ഒരു വിഷയമല്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ ജീവിതം എന്താകുമായിരുന്നു എന്നുള്ള ആശങ്കയായിരുന്നു ഡോക്ടർക്ക്. നീ വിഷമിക്കാതെ, ഞാൻ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മുരുകന്റെ അനുഗ്രഹത്താൽ എല്ലാം ശരിയാകും. ഈ അവസ്ഥയിൽ ഇത്ര തിടുക്കത്തിൽ കല്യാണം നടത്തണമായിരുന്നു മോളെ. പിന്നെ എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം ഫിക്സ് ചെയ്ത ഡേറ്റ് അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ നടത്തി കൊടുക്കണ്ടേ? ഇപ്പൊ കാണണോ ഈ കല്യാണം നടത്തണമെന്ന് ചോദിച്ചാ അദ്ദേഹം ആന്ന് തലയാട്ടുന്നത്? അല്ല ചേട്ടാ, കണ്ടില്ലേ ഇപ്പോഴും ആന്ന് തലയാട്ടുന്ന. ഞാൻ പോയിട്ട് വരട്ടെ സാർ. അങ്ങനെ തക്കാളി കൈലാസനെ ഈ പരുവത്തിലാക്കി. തക്കാളി വാടയ്ക്കാന്ന് പറയാതെ ഒരു പ്രാവശ്യമെങ്കിലും കറക്റ്റ് ആയിട്ട് തെനാലി എന്ന് പറയണം. കൈലാസം എന്തായാലും ഈ പരുവത്തിലായല്ലോ. നീ നമ്മളോട് നിൽക്കുന്ന എന്തിനാ? ഒരുത്തിന് പണി കൊടുത്തപ്പോ എന്തൊരു സന്തോഷം. നമ്മൾ ജീവിക്കാൻ മറന്നാൽ എന്താ? നല്ല തത്വം. കീപ് ഇറ്റ് അപ്പ്. കെട്ടിവേളം കെട്ടിവേളം. മാംഗല്യം തന്തുനാനേന മമ ജീവന ഹേതുനാ കണ്ഠേ ബധ്നാമി സുഭഗേ വസരദസ്യതം. ഇവനെയല്ലേ നമ്മൾ തേടിക്കൊണ്ടിരുന്നത്? മാറിയിട്ടില്ല, ഇപ്പോഴും കുട്ടികളെ പോലെ തന്നെ. നിങ്ങളും അങ്ങനെ ആയോ? ഒന്ന് തന്നാണ്ടല്ലോ അങ്ങോട്ട് നോക്കാം. എന്തൊരു സന്തോഷമാണ് എനിക്ക്. ആരാണ് ഇവരൊക്കെ? ഇവരെന്തിനാ അങ്ങോട്ട് കൂടി ഇരിക്കുന്നത്? എന്തിന്? നമുക്ക് അവനോട് തന്നെ ചോദിക്കാം. അതെ, തെന്നാലി. സോറി അനിയ. അങ്ങനെ വിളിക്കി. ജാനകിയുമായി കറങ്ങി ഒന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് വാ. അതിന് ഇവിടെ നല്ല കാറ്റൊക്കെ ഉണ്ടല്ലോ. അയ്യോ, നിനക്ക് ഒന്നും അറിയില്ല. അതാ ഞാൻ അപ്പഴേ പറഞ്ഞേ. ഹണിമൂണിന് ഞങ്ങളൊക്കെ എന്തിനാന്ന് അല്ലേ ഏട്ടാ? കണ്ടില്ലേ ആന്ന് തലയാട്ടുന്ന. നിനക്കതൊന്നും അറിയില്ലടാ മണ്ട. ഹണിമൂൺ എന്ന് വെച്ചാൽ എന്താ? എപ്പോൾ വേണമെങ്കിലും ആഘോഷിക്കാവുന്ന കാര്യമാണ്. പക്ഷെ എനിക്കാണെങ്കിൽ ഡോക്ടറുടെ അസുഖം മാറ്റുന്നതാണ് മുഖ്യം. ഈ കുടുംബമുള്ളത് കൊണ്ട് എനിക്കൊരു ജീവിതം കിട്ടിയത്. സോമൻ, ഡോക്ടർ, ധവാലിയെ തേടി ഒരു പെണ്ണ് വന്നിട്ടുണ്ട്. അയ്യോ എടാ, ഡെവാലി എന്നൊന്നും പറയാതെ തെനാലി. സോമൻ, എന്താ ഇവിടെ? ആരാ ഇവരൊക്കെ? ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞതല്ലേ നീ? ഇപ്പോ എത്ര മാസമായടാ? ഒരു കത്ത് പോലും അയക്കാൻ നിനക്ക് പറ്റിയില്ലല്ലോടാ. അടുത്ത് പോയി നോക്കാം, പാടാ. എന്താ ആലോചിക്കുക? ഞങ്ങളെല്ലാം മറന്നോ നീ? ഇവൾ നിന്റെ വൈഫ്, അതെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? എടാ, നീ താലി കെട്ടിയ പെണ്ണാടാ. കല്യാണം കഴിഞ്ഞ് 2 മാസമായപ്പോൾ വിട്ടുപോയതല്ലേ നീ? ഇപ്പോൾ ഇവൾക്ക് 9 മാസമെടാ. പ്രസവത്തിന് മുമ്പേ അവൾക്കൊന്ന് നിന്നെ കാണണമെന്ന് തോന്നി. എവിടെയൊക്കെയോ തേടി അവസാനം ഇവിടെ എത്തി. എടാ, ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് നിനക്കൊരു മൈൻഡ്? ഇഞ്ചാരംഗോ